കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് അതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പോലീസ്. യതീഷ് ചന്ദ്രയുടെ പേരും ചിത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ച് കൊച്ചി സൈബർ ക്രൈം പോലീസ് അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി ബീന റാണി ഒപ്പം ചേരുന്നു. ബീന റാണി, പറയൂ. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വന്നതിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് പോലീസ്. യതീഷ് ചന്ദ്രയുടെ പേരും ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ചാണ് അന്വേഷണം തുടങ്ങിയത്. വിവരങ്ങളുമായി ബീന റാണി ഒപ്പം ചേരുന്നു. ബീന റാണി, വിവരങ്ങൾ. അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗിന്റെ ഫേസ്ബുക്കിലോട്ടാണ് ഇത്തരത്തിൽ യതീഷ് ചന്ദ്ര IPS പേരിൽ വ്യാജ ഫേസ്ബുക്ക് നിന്ന് ഉള്ള സന്ദേശം ലഭിച്ചത്. ഇതിനെ തുടർന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് ലഭിക്കുകയായിരുന്നു ചെയ്തത്. ഇതിനെ തുടർന്ന് ഇദ്ദേഹം, ഈ അഭിഭാഷകൻ, കണ്ണൂർ റേഞ്ച് DIG ആയി നിലവിൽ സ്ഥാനം വഹിക്കുന്ന യതീഷ് ചന്ദ്രയെ ഫോണിൽ വിളിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് വ്യാജമെന്നത് ഉറപ്പാക്കുകയായിരുന്നു. അതിനുശേഷമാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു വ്യാജ ഫേസ്ബുക്ക് ഉണ്ടാക്കിയത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് കാണുന്നത്. ഇത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമായതിനാൽ അത് അന്വേഷിച്ച് ഉറപ്പാക്കണമെന്നും പരാതിയിൽ ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാജ അക്കൗണ്ട് മരവിപ്പിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വളരെ കർക്കശക്കാരൻ എന്ന പേരുകേട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് യതീഷ് ചന്ദ്ര. അദ്ദേഹത്തിന്റെ പേര് തന്നെ യൂണിഫോമിലുള്ള ചിത്രങ്ങളും വരെ ഉപയോഗിച്ചാണ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയത്. അതിൽ നിന്നാണ് ഫ്രണ്ട് റിക്വസ്റ്റ് ഈ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗിന് ലഭിക്കുന്നത്. എന്തായാലും ഇത് വളരെ ഗൗരവമായി കണ്ടു തന്നെ സൈബർ ക്രൈം പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.